നിങ്ങൾ ദരിദ്രനാണോ സമ്പന്നനാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നാം. ഞാനൊരു ചെറിയ കഥ പറയാനായിട്ട് ആഗ്രഹിക്കുക. മുഴുവനായി ഒന്ന് കേൾക്കണമേ. വളരെ ദുഃഖിതനായി ഒരു മനുഷ്യൻ ഒരു മൈതാനത്തിരിക്കുകയാണ്. അതിലെ കടന്നു വന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്. ദരിദ്രനായി തന്നെ ജീവിച്ച് മരിക്കാനാണ് എൻ്റെ വിധി. ഇത് കേട്ട ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് 2 കൈകളില്ലേ, 2 കാലുകളില്ലേ, 2 കണ്ണുകളില്ലേ? നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന നാഡികൾ, അതിലൂടെ ഓടുന്ന രാസപ്രവർത്തനങ്ങൾ, അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ദരിദ്രനായി തീരുന്നത്? സ്നേഹമുള്ളവരെ, വീണ്ടും അദ്ദേഹം ഇപ്രകാരം അദ്ദേഹത്തോട് തുടർന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് സമ്പത്തിനാണ് കുറവെങ്കിൽ ഈ ലോകത്തിൽ അതിനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അത് കണ്ട് പിടിച്ച് നിങ്ങളത് പരിഹരിക്കുക. നിങ്ങൾക്ക് സമാധാനത്തിനാണ് കുറവെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അത് കണ്ടുപിടിച്ച് നിങ്ങളത് പരിഹരിക്കുക. നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നതിലാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. ഒരുവന് സമ്പത്തുള്ളത് കൊണ്ട് മാത്രം അവൻ സമ്പന്നൻ ആകണമെന്നില്ല. അവന് മറ്റു പല കാര്യങ്ങളിലും അവൻ ദരിദ്രനായിരിക്കും. പണം ഒത്തിരി ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ അതിൽ ദരിദ്രനല്ലേ? ഇനി പണമൊന്നും ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനമുണ്ടെങ്കിൽ അവർ അതിൽ സമ്പന്നരല്ലേ? ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളാണ് അവരെ ദരിദ്രരും സമ്പന്നരും ആക്കി തീർക്കുന്നത്. ഈ ലോകത്തിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് പരിഹരിക്കുവാനുള്ള മാർഗം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവനാണ് ബുദ്ധിമാന്. അതുകൊണ്ട് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളാണ് അവനെ ദരിദ്രനും സമ്പന്നനുമാക്കി തീർക്കുന്നത്. എല്ലാത്തിനുമുള്ള പരിഹാരം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇത് കേട്ട് മനുഷ്യൻ അവിടെ നിന്ന് എണ്ണീറ്റ് വളരെ ഊർജ്ജസ്വലതയോടെ അവിടെ നിന്ന് കടന്നുപോയി. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയിരിക്കും. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നത്തിന് കാരണമായി തീരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാടുകൾ മാറുകയാണെങ്കിൽ നമുക്കും ഈ ഭൂമിയിൽ സമ്പന്നരായി ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.